எத்தனை நிந்தைகள், எத்தனை தேவைகள் என்னை சூழ நின்றாலும் உம்மை பார்க்கின்றேன். எத்தனை நிந்தைகள், எத்தனை தேவைகள் என்னை சூழ நின்றாலும் உம்மை பார்க்கின்றேன். உத்தம ஊழியன் என்று நீ சொல்லிடும் ஒரு வார்த்தை கேட்டிட உண்மையாய் ஓடுகிறேன். உத்தம ஊழியன் என்று நீ சொல்லிடும் ஒரு வார்த்தை கேட்டிட உண்மையாய் ஓடுகிறேன். அழைத்தவரே அழைத்தவரே என் ஊழியத்தின் ஆதாரமே. 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 സ്നേഹവന്ദനം. ഷെപ്പേർഡ് ഹാപ്പിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി തന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ഒരു തിരുവചന ഭാഗം ഞാനിവിടെ വായിക്കുന്നു. ഹബക്കൂക്കിൻ്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഞാനിവിടെ വായിക്കുന്നു. അത്തിവൃക്ഷം തളർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. അതിൻ്റെ 18-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഹബക്കൂക്ക് പ്രവാചകൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവൻ എല്ലാം ഫലശൂന്യമായി ഇരിക്കുന്ന വരൾച്ചയുടെ ഒരനുഭവം. ദൈവജനം പാപം ചെയ്തതിൻ്റെ ഫലമായി ദൈവം അയച്ച ശിക്ഷയുടെ പ്രതിഫലനമായിട്ട് ആ ദേശത്തുണ്ടായ കഠിനമായ വരൾച്ചയും ക്ഷാമവുമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അത്തിവൃക്ഷം തളർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻ കൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. ഇത്രയും നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രവാചകൻ പറയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഇവിടെ ഈ പ്രവാചകൻ സന്തോഷിക്കുന്ന ഒരു ആത്മതലമുണ്ട്. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഭൗതികമായ ഞെരുക്കങ്ങൾ, വേദനകൾ, ഒരുപക്ഷെ ജോലിയില്ലാത്ത അവസ്ഥ, നിരാശപ്പെടുന്ന അനുഭവങ്ങൾ, വേദനയോടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ, കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, തലമുറ സംബന്ധമായ വിഷയങ്ങളൊക്കെ നമ്മുടെ സന്തോഷത്തെ ഹനിച്ചു കളയാറുണ്ട്. എന്നാൽ പ്രവാചകൻ പറയുകയാണ്, അത്തിവൃക്ഷം നടത്തില്ലെങ്കിലും, ഗോശാലയിൽ കന്നുകാലി ഉണ്ടായില്ലെങ്കിലും, നിലത്തിൻ്റെ അനുഭവം നിഷ്ഫലമായി പോയാലും, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോയാലും, നിലത്തിൻ്റെ അനുഭവം നിഷ്ഫലമായി പോയാലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും. ദ ഹാപ്പിനെസ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന സന്തോഷം അത് വളരെ വിലയേറിയതാണ്. ഫിലിപ്പിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രസ്താവനയുണ്ട്. റിജോയ്സ് ഇൻ ദ ലോർഡ്, റിജോയ്സ് ഇൻ ദ ലോർഡ്. കർത്താവിൽ സന്തോഷിക്കുക. അഗെയിൻ ഐ സേ റിജോയ്സ് ഇൻ ദ ലോർഡ്. അങ്ങനെ മനോഹരമായ ഒരു പാട്ട് പോലും ഉണ്ട്. റിജോയ്സ് റിജോയ്സ് റിജോയ്സ്,
സന്തോഷിക്കുക. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാ ഭാരങ്ങളും നിരാശകളും അതൊക്കെ ആ മെറ്റീരിയൽ തിങ്സ് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ തരുന്ന സന്തോഷങ്ങൾ അതൊരു പക്ഷേ ഇല്ലാതെ എന്ന് വരാം. പക്ഷേ ഇവിടെ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, സാഹചര്യങ്ങൾ തരുന്ന സന്തോഷം ഇല്ലാതായി തീർന്നാലും, അത്തിവൃക്ഷം അതിൻ്റെ ഫലം ഇല്ലാതായി മാറിയാലും, ഗോശാലകൾ കന്നുകാലിയില്ലെങ്കിലും, സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണെങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ഒരുപക്ഷേ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്, സാഹചര്യങ്ങളാണ് നമുക്ക് നൽകുന്നതെങ്കിലും ദൈവം തരുന്നൊരു സന്തോഷമുണ്ട്. ബൈബിളിൽ പറയുന്നത് there is a fullness of joy in the presence of God. ആ ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും അനുദിന ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സാഹചര്യങ്ങൾ തരുന്ന സന്തോഷമല്ല ഞങ്ങൾക്ക് വേണ്ടത്, കർത്താവ് തരുന്ന സന്തോഷമാണ്. കർത്താവിൽ സന്തോഷിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഒരുപക്ഷെ രോഗമോ വേദനയോ കഷ്ടതയോ കടഭാരമോ ഞെരുക്കമോ ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും കർത്താവിൽ സന്തോഷിപ്പാൻ ദാവീദ് പറയുന്നത് പോലെ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, എന്നാൽ ദൈവം നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ സഫലമാക്കും. ഇന്ന് പകൽക്കാലം കർത്താവിൽ തന്നെ സന്തോഷിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.